ചായ ചായ അവനോട്. നല്ല ക്ഷീണം കാണും. അല്ലെങ്കിലും എന്റെ മനസ്സ് കൃത്യമായിട്ട് അറിയാവുന്നത് ഈ കുഞ്ഞമ്മാവന് മാത്രമാണ്. നിന്നെ അന്വേഷിച്ച് പോലീസ് വന്നിരുന്നു. കേരളായ തമിഴ്നാടാ. എന്നെ കൊണ്ടൊന്നും ഈ അമ്മാവന്റെ ടെൻഷൻ കണ്ടാത്തൊന്നും എന്നെ അന്വേഷിച്ച് ആദ്യമായിട്ടാണ് പോലീസ് വരുന്നത്. അമ്മാവന്റെ കട പൊളിച്ചതിന് ഒരു നഷ്ടപരിഹാരം തന്നു. ആ ചന്തമുക്ക് ഞാനൊരു കട നോക്കി വെച്ചിട്ടുണ്ട്. ഇനി നല്ല അന്തസ്സായിട്ട് കായികറിയാവരും ചെയ്യും. എന്താ ഒരു സന്തോഷമില്ലാത്ത? നീ എന്നും ഇങ്ങനെ വെട്ടും കുത്തുമായിട്ട് ജീവിച്ചാ മതിയോടാ. നിന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടൊന്ന് നിന്റെ ജീവിതം നശിപ്പിച്ചത് ഞാനാണെന്ന് എല്ലാരും പറയുന്നത്. ഓ, നാട്ടിലൊരു പെട്ടങ്ങനാപ്പനുണ്ടല്ലോ, അവൻ നല്ല ജീവിതമാണ് ജീവിക്കുന്നത്. അവനെ നല്ല പ്രായത്തിൽ പെണ്ണും കെട്ടി കുടുംബമായിട്ടെങ്കിലും കഴിയുന്നില്ലേ? അവൻ കെട്ടിയതോടെ ആ പെണ്ണിന്റെ ജീവിതം പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പൊട്ടങ്ങനാപ്പന് മക്കളില്ലല്ലോ. ഓ, നിങ്ങളുടെ മക്കളിലെ കമ്പനിയാണെന്നുള്ള കാര്യം ഞാനങ്ങ് മറന്നുപോയി. നിന്റെ അച്ഛൻ വിളിച്ചിരുന്നു. കാവിലെ കൊടിയേറ്റിനെങ്കിലും നീ ചെല്ലുമോ ചോദിച്ചു. ഞാൻ എങ്ങും പോണില്ല. അവിടെ ചെന്ന് അവനുമായിട്ട് തല്ലു പിടിക്കാനേ നേരം ഉണ്ടാവുള്ളൂ. എനിക്ക് അവന്റെ മുഖം കാണുന്നതേ കലിയ. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോ കണ്ണാടി നോക്കുന്ന പോലും ഭയമാ. അവനാണെന്ന് പറഞ്ഞ് കയറി ഞാനിരിക്കും. ഇത്രയും പ്രായമായിട്ട് നിങ്ങൾ തമ്മിലുള്ള ഈ തല്ലുകൂടൽ തീരുന്നില്ലല്ലോടാ. തിരിച്ചറിവില്ലാത്ത കാലത്ത് നടന്ന ഒരു സംഭവം പറഞ്ഞ് അവനിപ്പോഴും വൈരാഗ്യമല്ലേ? അവൻ അകത്തായപ്പോ അവനോട് ഞാൻ എല്ലാം പോയി തുറന്നു പറഞ്ഞതാ. അവന് പറയാൻ ഞാൻ പോയി കിടക്കാന്നും പറഞ്ഞതാ. അപ്പൊ ഒരു വാശിക്ക് അവൻ കയറി ഏറ്റതല്ലേ. പിന്നെ എന്തിനാ എന്നെ കുറ്റം പറയുന്നത്? ജയിലിൽ നിന്ന് ഇറങ്ങി അന്ന് മുതൽ തുടങ്ങി അവൻ എന്നെ ഉപദ്രവിക്കാൻ. അവൻ വഴിപാടിന് വെട്ടി പാടേണ്ട തുടർന്ന് ഇപ്പോഴും ഉണ്ട്. തമ്മിൽ വെട്ടിച്ചാണ്ടെന്ന് കരുതിയിട്ടാ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പക്ഷെ ഇവിടെ വന്നിട്ട് നിനക്ക് ഇത് തന്നെയല്ലേ ജോലി. എത്ര വന്നാലും അവൻ സ്വന്തം ചോരയല്ലടാ. നീ കൊറേയൊക്കെ കണ്ടില്ലാന്ന് വെച്ചാ മതി. നീ അങ്ങോട്ട് ചെല്ലാത്തതിന്റെ വിഷമത്തിലാ അച്ഛൻ വിളിച്ചത്. നിന്റെ പെങ്ങക്ക് നിന്നെ കാണാൻ കൊതിയുണ്ട്. ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല അമ്മായി, അവിടെ ചെന്ന അലമ്പാവും. ഉത്സവത്തിന് അവർക്കുള്ള ഡ്രസ്സെല്ലാം കൂടെ എടുത്ത് ഞാൻ ഗോവിന്ദന്റെ കൊടുത്തുവിടാം. അതുപോലെ നിന്റെ കൂട്ടുകാരനായതുകൊണ്ട് ആ പൊട്ടൻ എന്നെ കാണുന്നതേ കലിയ. ഇനി അവൻ വല്ല കുഴപ്പമുണ്ടാക്കുവോ? അത് അവന്റെ മാത്രം വീടല്ല, എന്റെയും കൂടെയാ. അവൻ എന്തെങ്കിലും നമ്പർ ഇട്ടാ എന്നെ വിളിച്ചാൽ മതി, ബാക്കി കാര്യം ഞാൻ. അല്ല, എനിക്കങ്ങനെ പേടിയുണ്ടായിട്ടൊന്നുമല്ല. നീയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ രസമായിരുന്നു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിനക്കറിയില്ലേ. ഇനി ഏതായാലും തേൻമഴിയും കൊണ്ടേ നാട്ടിലേക്കുള്ളൂ. അതൊരു വാശിയാണ്. പിന്നെ നീ നാട്ടിൽ ചെന്ന് അവിടെ തന്നെ നിന്നുകളരുത്. അത്യാവശ്യത്തിന് വിളിച്ചാൽ ഇങ്ങോട്ട് വന്നേക്കണം. അല്ലെങ്കിലും പച്ചക്കറി എടുക്കാൻ പൊള്ളാച്ചി വരണമല്ലോ. നീ എന്താ ആവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോ. ഞാൻ പീതാംബരൻ ഗോവിന്ദ നാട്ടിലേക്കാണെങ്കിൽ കയറിക്കോ. നീ ഇതെവിടെ പോയിട്ട് വരുന്നത്? ഒന്നും പറയണ്ട, ഭയങ്കര കോമഡിയാ. അമ്മാവന്റെ ഡെഡ് ബോഡി എടുക്കാൻ പോയതാ. അതിനെന്താ ചിരിക്കാൻ? എങ്ങനെ ചിരിക്കാതിരിക്കും? പുള്ളിക്കാരന് ചിക്കൻ കുനിയെ പിടിക്കുമെന്ന് പേടിച്ച് നാട്ടിൽ നിന്ന് ഡിണ്ടികലുള്ള മോളുടെ വീട്ടിൽ പോയതാ. അവിടെ വെച്ച് കാള കുത്തി മരിച്ചു. ഉറക്കപ്പായിന്ന് എഴുന്നേറ്റ് പശു എന്ന് കരുതി കാളയെ കറക്കാൻ ചെന്നതാ. ദോഷം പറയരുത്, കാളയുടെ ഒറ്റ കുത്തിന് തന്നെ അമ്മാവൻ മരിച്ചു കൊടുത്തു. കൊതുകിനെ ഭയന്ന് കാളയ്ക്ക് ജീവൻ അർപ്പിച്ച ആ മഹാ മനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. ചിരിക്കരുതേ. മോനെ അപ്പൂ വാസുവേട്ടാ കളാ കൊണ്ടുപോയി മോനെ. എനിക്കിനി ആരുമില്ലടാ. വിഷമിക്കാതിരിക്കും. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാ മതി. കെട്ടിക്കാറായ 2 പെമ്മക്കളുണ്ടല്ലേ? മിണ്ടായല്ലേ, പെമ്മക്കളൊന്നും അല്ല, പാലക്കാട് ഇറക്കാനുള്ള 2 പാസഞ്ചേഴ്സാ. നീ ഇതിനകത്ത് പച്ചക്കറിയും കയറ്റി. ഇവിടെ വിലക്കുറവല്ലേ? അമ്മാവന്റെ 16 അടിയന്തരത്തിന് വേണ്ടി വീണ്ടും ഞാൻ തന്നെ ട്രിപ്പ് അടിക്കണ്ടല്ലോ. ഏതായാലും ചെലവൊക്കെ എന്റെ തലയല്ല. കരച്ചിൽ മതിയായെങ്കിൽ ഞാൻ ഡോർ ക്ലോസ് ചെയ്തോട്ടെ. അമ്മായി ഇനി കുറച്ചു നേരം റെസ്റ്റ് എടുത്തോളൂ. ഇനി അടുത്ത ആളെ കാണുമ്പോ കരയാട്ടാ. എന്തൊരനുസരണം. ആ, 2 ആൾ മുന്നേ കറിക്കോ. പോവാ. ഞാൻ വരുന്നില്ല, ഗോവിന്ദൻ മാത്രമേ ഉള്ളൂ. അണ്ണൻ വരുന്നില്ലേ? അണ്ണൻ വരാതിരുന്ന പിന്നെ എങ്ങനെ ശരിയാവും? അവിടെ ഉത്സവത്തിന് തല്ലുണ്ടാക്കാൻ പിന്നെ ആരാ ഉള്ളത്? ഇപ്രാവശ്യം അച്ചുവേട്ടനാ ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ്. പോരാത്തതിന് നമ്മുടെ ട്രൂപ്പിന്റെ ബാലയുമുണ്ട്. ഞാൻ വന്ന ബാല ആയിരിക്കില്ല, അവിടെ ചവിട്ടുനാടകമായിരിക്കും നടക്കുന്നത്. അതാണല്ലോ നമുക്ക് വേണ്ടത്. നിങ്ങൾ 2 പേരും കൂടെ കൂടിയാലേ ഉത്സവം ഒന്ന് കൊഴുകൊഴുക്കും. അതെ, അച്ചുവേട്ടനാണെങ്കിൽ ഇപ്പൊ പഴയ പോലെ ഒരു ഉഷാറും ഇല്ലെന്നേ. കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും കുട്ടികൾ ഉണ്ടാകാത്തതിന്റെ നിരാശ കൊണ്ട് ഇച്ചിരി കള്ളുകൂടിയുണ്ട്. പിന്നെ സംസാരിക്കാൻ കഴിവില്ലെങ്കിലും കള്ളു കുടിച്ചാ പുള്ളിക്ക് 100 നാവ. കേൾക്കുന്നവനത് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാകുന്നത് വരെ ഇടിയ. എന്റെ കൊച്ചിന് കള്ളും ചിലപ്പോ കഞ്ചാവ് ഞാൻ കൊടുക്കും. അയ്യോ നീയാണ പൊട്ട.
നീ എന്ത് തേങ്ങയാടി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്റെ ഈശ്വര, അവന് മനസ്സിലായില്ലെന്ന്. ഒന്ന് ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുണ്ട അച്ചു. ഇല്ലെന്ന്. എന്റെ ചന്ദ്ര ഒന്ന് പറഞ്ഞു കൊടുക്ക്, അല്ലെങ്കിൽ അവന് മനസ്സിലാവുന്നവർ ഇടിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ മനസ്സിലായാന്ന്. രണ്ടെണ്ണം ശരിക്കും കിട്ടിയ അച്ചുവിന്റെ ഭാഷ ഇവിടെ എല്ലാവർക്കും മനസ്സിലാവും. എടാ, സ്വന്തം കുഞ്ഞാണെങ്കിലും ഭാര്യ ആണെങ്കിലും ഉപദ്രവിക്കാൻ ഇവിടെ നിയമമില്ല. കൊഞ്ചിക്കാനും ലാളിക്കാനേ നിയമമുള്ളൂ. എങ്ങോട്ടാ? ഇവിടെ. എടാ, കൊച്ചിനെ കൊഞ്ചിച്ച് കരച്ചില് മാറ്റാൻ. എനിക്ക് കൊഞ്ചിക്കാൻ അറിയില്ല. അവന് വഞ്ചിക്കാനേ അറിയുള്ളൂ. എന്റെ കണ്ണ് തെറ്റിയ കൊച്ചിനെ കൊണ്ടുപോയി അതിന്റെ പൊന്നും പൊടിയും വിറ്റ് കള്ളു കുടിക്കും. മഹാഭാവി, ആകെ 1.5 ഗ്രാമിന്റെ കമ്മലും വിറ്റോ? പെൺകുച്ചുങ്ങൾ കമ്മലിടാൻ പാടില്ല, പിച്ചക്കാര് പിടിച്ചോണ്ട് പോകും. എന്താ പറഞ്ഞ? മേലിൽ നീ കുട്ടി എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നാൽ നിന്നെ വെട്ടിയെറിഞ്ഞ് ഷാപ്പിലെ കറിയായിട്ട് വിളമ്പൂന്നാണ് പറഞ്ഞത്. കേട്ടോടാ കുടുംബം നോക്കാത്ത തെണ്ടി. അതെന്റെ പേർക്ക് പറഞ്ഞതാ. എനിക്ക് മനസ്സിലായി. കൊച്ചിന് പുതിയ കമ്മല് മേടിച്ചു കൊടുക്കാനല്ലേ പറഞ്ഞത്. ആവശ്യമുള്ളതൊക്കെ പറഞ്ഞു മേടിച്ചോണം കേട്ടോ. എന്റെ പറ്റൂടി ഇവന്റെ പേരിൽ എഴുതിയേക്കട്ടാ. ഓടി. രണ്ടിന് മുകളിൽ രണ്ടിന് താഴ്ത്ത്. ഓരോ തുടയിൽ തുടയിൽ. റോമനക്കുട്ടാ, 5ാമത്തെ അടി ദുര്യോധന്റെ തുടയിലടിക്കുമെന്ന് പറഞ്ഞില്ലേ? നീ വെറുതെ എന്നെ ആശാന്റെ വായിന്ന് ചീത്ത ഏൽപ്പിക്കും. സോറി സർ. ഇതാരാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ ഭടൻ? സാർ, ട്രാൻസ്ഫർ ആയി വന്നതാണല്ലേ? എന്റെ ചേട്ടാ, ഇവിടെ ഉള്ളവർക്ക് തന്നെ ഒരു പണിയില്ല. പിന്നെ നല്ലൊരു കലാഹൃദയം ഉള്ളതുകൊണ്ട് ബോറടിക്കാതെ അങ്ങനെ ജീവിച്ചു പോകുന്നു. ഇവിടെ ആകെ വരുന്ന കേസ് അതിർത്തി തർക്കോ. ഒരു കള്ളനെ കുനിച്ചിൽ തിരിച്ച് കാലം മറന്നു. വല്ലപ്പോഴും മരുഭൂമി പെയ്ത മഴ പോലെ ഒരു ക്രിമിനൽ കേസ് വരണമെങ്കിൽ ഉണ്ടല്ല, പൊള്ളാച്ചി നിങ്ങ് വരണം. ഇരട്ടകളാ, അതുപോലെ തന്നെ പരട്ടകളും. ഒരു രണ്ടും തമ്മിൽ മാറിപ്പോവും. പക്ഷേ എനിക്ക് മാറില്ല. പേന കൊണ്ട് ഞാൻ കവിളിൽ കറുത്ത് മറകിട്ടിരിക്കുന്ന ഇവനാണ് അപ്പു, മറകില്ലാത്തവൻ അച്ചു. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? നമ്മൾ ആരാ മോൻ? പേടിക്കണ്ട പേടിക്കണ്ട, ഇത് കേസൊന്നും ആയിരിക്കില്ല. ഒന്നില്ലെങ്കിൽ എന്റെ ഭാര്യ അല്ലെങ്കിൽ അവന്റെ ഭാര്യ. ഹലോ, ഞാൻ പറഞ്ഞില്ലേ? ഇവിടെ പറഞ്ഞാടി. മോളെ കറച്ച് വെച്ച മതി. കോട്ടമ്പള്ളി പറഞ്ഞേ. പിന്നെ മോളെ, ഞാൻ റിഹേഴ്സൽ കഴിഞ്ഞേ വരൂ. നീ ഇത്തിരി വെള്ളം ചൂടാക്കി വെച്ചേരും. ഇന്നൊക്കെ ധൈര്യത്തുള്ളതാ. അങ്ങനെ ഇങ്ങോട്ട് നിന്റെ കഥാപാത്രത്തിന്റെ പേരെന്താ? എന്താ പറഞ്ഞ പേര്? ദുരാഹരിയായ ദുര്യോധനൻ.
ഇവൻ ഭീമസേനൻ. ഭീമസേനൻ ദുര്യോധനന്റെ തുടക്കടിച്ച് ദുര്യോധനെ വീഴ്ത്തേണ്ടത്. അതിനു പകരം നീ എന്തിനാ ഭീമസേനെ തുടക്കടിച്ച് വീഴ്ത്തിയത്? അല്ല, കാലം കുറേയില്ലേ ഭീമസേനൻ ദുര്യോധനെ തുടക്കടിക്കാൻ തുടങ്ങിയിട്ട്. ഇത്തവണ ദുര്യോധനൻ ഭീമനെ തുടക്കടിച്ച് ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ? ഓഹോ, അങ്ങനെയാണെങ്കിൽ ഒരു ചേഞ്ചിന് വേണ്ടി നീ ഭീമസേനെ തോക്കെടുത്ത് വെടിവെക്കുവോ? പുരാണം നിനക്കൊക്കെ മാറ്റിമറിക്കാനുള്ളതാണോടാ ശവമേ. ആശാനെ, ഞാൻ രസയാണ്, നാറ്റിക്കരുത്, പബ്ലിക്കിന് പേരുണ്ടാവില്ല. SIM പോലീസും ഒക്കെ അവിടെ. ഇവിടെ ആർട്ടിസ്റ്റുകളെല്ലാം എനിക്ക് ഒരുപോലെയാ. നീ അപ്പുറത്ത് മാറുന്നത് പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കിയിട്ട് സ്റ്റേജ് കയറിയാ മതി. പോടാ. അധികം ചിരിക്കണ്ട. വസ്ത്രാക്ഷേപ സമയത്ത് ഞാൻ ശരിക്ക് തുണി പിടിച്ചെടുക്കും. നമുക്ക് ആ മാവിന്റെ ചോട്ടി പോയി യുദ്ധം ചെയ്യാം. ഇനി ആദ്യ രംഗം ഇന്ദ്രസദസ് നോക്കാം. വാ വാ, മൂവ്മെന്റ്. നാരദൻ നാരദൻ. നാരായണ 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 നാരായണ. മൊബൈൽ എടുക്കാൻ മറന്നു. ദേവലോകത്തിന്റെ അധിപനായ ദേവേന്ദ്രന് വന്ദനം. ഇന്ദ്രലോകത്തേക്ക് അങ്ങേക്ക് ഹാർദവമായ സ്വാഗതം. അങ്ങയുടെ ആഗമനം നമ്മെ ആനന്ദചിത്തനാക്കിയിരിക്കുന്നു. ഊമകൾക്ക് അഭിനയിക്കാൻ പറ്റിയ ലോകത്തെ ഏക കല ബാലെ തന്നെ. അപ്പൊ കഥകളിയാ. ഈ സന്തോഷം നമ്മൾ ആഘോഷിക്കുകയാണ്. കടന്നു വരട്ടെ ദേവലോക നർത്തകികൾ. ഉർവശി, രംഭ, മേനഹ. എന്താണ് കാണിക്കുന്നത്? മേനഹയുടെ ഡൂപ്പ് നിൽക്കണ ആശാനെ. മേനക എവിടെ പോയി? അറിഞ്ഞില്ലേ? മേനക പരശുരാമന്റെ കൂടെ ഒളിച്ചോടി പോയി എന്ന് ചെറിയൊരു ന്യൂസ് കേട്ടു. ഭീഷ്മരായിട്ട് അഭിനയിക്കുന്ന നമ്മുടെ സുധാകരനില്ലേ, അവന്റെ ഭാര്യയാണ് അവള്. അത് കാരണം ഭീഷ്മര് വെള്ളം അടിച്ച് ഷാപ്പി കിടക്കുക. ഗുരുത്വ ദോഷികള്. എന്നാൽ തൽക്കാലം ഇന്ന് മതിയാക്കാം. ഇനി നാളെ നോക്കാം. അല്ല മേനഹ അച്ചോട്ടൻ ദേവേന്ദ്രനായിട്ട് അടിപൊളിയായിരുന്നു. എനിക്കിഷ്ടായിട്ടോ. ഈ മാല എനിക്ക് കൂടുതൽ ഇഷ്ടായത്. അച്ചോട്ടാ, മേക്കപ്പ് അഴിച്ചിട്ടൊന്ന് കാണണേ. തൊടയുടെ എക്സ്റേ എടുക്കേണ്ടി വരുമെന്ന്. അച്ചോട്ടാ, അച്ചോട്ടന്റെ മനസ്സിലൊന്നുമില്ലെന്ന് എനിക്കറിയാം. അച്ചോട്ടൻ പാവാ. പക്ഷെ അവളുണ്ടല്ലോ, ആ സുലോചന, അവൾ ആളത്ര ശരിയല്ല. കാണുമ്പോ ചിരിച്ചു കാണിച്ചിട്ട് മാറി ഇന്ന് കുറ്റം പറയുന്ന ആ മഞ്ജു പറയുന്നേ. അത് നമുക്ക് കുട്ടികളില്ലാത്തോണ്ട് അച്ചോട്ടന് രണ്ടാമത് കെട്ടാൻ ആഗ്രഹം ഉണ്ടെന്ന്. എനിക്ക് സമ്മതമാണോന്നോ? കൊല്ലി ഞാൻ. അത് മാത്രമല്ല, സ്വന്തം ട്രൂപ്പായതുകൊണ്ട് മാത്ര അച്ചോട്ടൻ ഇപ്പോഴും ഹീറോ ആയിരിക്കുന്നത്. അച്ചോട്ടൻ അഭിനയിക്കാൻ അറിയില്ലെന്ന് അവള് പറഞ്ഞു. എന്താ അച്ചോട്ടൻ എന്തേ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മുടെ അച്ഛനെ അഭിനയിക്കാൻ അറിയാൻ പാടില്ലെന്ന് നീ പറഞ്ഞ എത്ര നടന്മാരെ അഭിനയിച്ച് കാണിക്കുന്ന അറിയാമോ? ആ സുരേഷ് ഗോപിനെ ഒന്ന് കാണിച്ചേ. സുരേഷ് ഗോപി ഇപ്പൊ കണ്ടോ? ഇപ്പൊ സ്പീഡ് ചാണം ചോട്ടെ. അടുത്ത മറ്റേ മമ്മൂട്ടി. മമ്മൂട്ടിയെ കണ്ടോടി. മമ്മൂട്ടി. ഡയലോഗ് വലത്തെ കുത്ത്, ഇടത്തെ കുത്ത്. സെന്റി സെന്റി. അടുത്തതിന് മോഹൻലാൽ. മോഹൻലാൽ കണ്ടോ? മോഹൻലാൽ. സവാരി കയറി കയറി നീ പറഞ്ഞാലും മനസ്സിലായി. ഇനി ഏത് അച്യുതാനന്ദൻ. അച്യുതാനന്ദൻ നടുവിഞ്ഞു തോന്നുന്നു. പേടിക്കണ്ട, ഫിഗർ പിടിക്കണേ. താടിക്ക് കുത്തിയതണ്ട. ഓക്കേ.
എങ്ങനെയുണ്ട്? എങ്ങോട്ടാടാ? ഞാനേ ഒന്ന് ടൗൺ വരെ പോയിട്ട് വരാം. ആ തമിഴ്നാട് പോലീസിന്റെ ഇൻഫോർമേഷൻ കിട്ടിയിട്ട് വന്നതാ. വധശ്രമത്തിന്റെ പേരിൽ ഒരു അറസ്റ്റ് വാറണ്ട് ഉണ്ട്. നിനക്കല്ല, നിന്റെ അണ്ണനില്ലേ പൊള്ളാച്ചിൽ അപ്പു, അവനി. അവനിവിടെ വന്നാൽ നീ ഉടനെ എന്നെ വിവരം അറിയിക്കണം. അവനെന്റെ കൈ കിട്ടിയാ നീ പറയുന്നത് പോലെയൊക്കെ ഞാൻ ഇടി കൊടുത്തോളാ. നീ എന്തെങ്കിലും നക്കാപ്പിച്ച് എനിക്ക് തന്നാ മതി. മൂത്രം കുടിപ്പിക്കുന്നതിന് കാശ് കൂടുതലാട്ടോ. തിരിച്ചു കുടിപ്പിച്ച നമ്മളും കുടിക്കട്ടെ. കഴിഞ്ഞ ആഴ്ച ഒരു നാറിനെ കുടിപ്പിച്ചേ. അവന് പൈന്റ് പൊട്ടിക്കന്നാ. ഉലക്ക ഉലക്ക. വൈഫ് എന്നെ സ്ഥിരമായി മുതുകിലെടുക്കുന്ന ഇൻസ്ട്രുമെന്റ്. അതുകൊണ്ട് ഉറ്റണോ? പിന്നെ എന്തൊക്കെ വേണം? കുനിച്ചു നിർത്തി മുട്ടുകൈ കൊണ്ട് മുതുകിലിരിക്കണോ? ഇതൊക്കെ ഞാൻ ചെയ്തില്ലെങ്കിലും അവനെങ്കിലും എന്നെ ചെയ്തിരിക്കും. ഞാൻ വാക്കിരുന്നു. എന്താണ് പുളുന്താനാശാന ഒരു മൗനവ്രതം? ചത്തോ? മോന്റെ കൂടെ തന്തനെ പൊക്കണോ ഞാൻ? മിണ്ടാതിരുന്നാലും എന്തിനാ ശ്യാമള വെറുതെ മെക്കിട്ട് കയറുന്നത്? യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ അറിയാതെ പലരും തികട്ടി വരും. സോറി ആശാനെ, റിയലി സോറി. ശ്യാമള സാറേ, ശ്യാമള സാർ ഇവിടെ ഉള്ളത് നന്നായി. ഈ അച്ചു ഞങ്ങളോട് പറഞ്ഞ അവധിയെല്ലാം കഴിഞ്ഞിരിക്കുക. ഇന്ന് കാവിലെ കൊടിയേറ്റ് കഴിഞ്ഞു. അച്ചൂട്ടം വീണ്ടും വാക്കേറ്റിച്ച പിന്നെ കാര്യങ്ങൾ എങ്ങനെ നടക്കുക? അച്ചു ഒരു വാക്ക് പറഞ്ഞാൽ തെറ്റിച്ചു എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റില്ല. കാരണം ഊമയായി ഇവനെങ്ങനെ വാക്ക് പറയും. അതുകൊണ്ട് ലാപ്പ് പാന്റ് വേണ്ട. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവൻ നേരും നിറവുള്ളവനാ. അല്ലടാ, കണ്ടോ? എന്റെ ഊഹാപോഹം ശരിയാണെങ്കിൽ ഇവൻ ഈ പെട്ടിയുമായിട്ട് ഇറങ്ങിയത് നിങ്ങളുടെ കാശ് തരാൻ മാത്രമാണ്. അല്ലടാ? സംശയമുള്ളവർക്ക് തുറന്നു നോക്കാം. അഥവാ മുണ്ടും ചെറ്റിയുമാണെങ്കിൽ എന്നെ തെറി പറയരുത്. തുറന്നു നോക്കാം, തുറന്നു നോക്കാം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തെറി തുറക്കാം. എന്നെ തെറികേൽപ്പിക്കില്ലേ ഈശ്വര. ഞാൻ പറഞ്ഞില്ലേ കാശായിരിക്കും. അച്ചു ഇത് കൂടുതലുണ്ടല്ലോ. ഞങ്ങളുടെ സ്വർണത്തിന്റെ കാശായിരിക്കും അല്ലേ? ഏതായാലും നിങ്ങളുടെ പ്രശ്നങ്ങൾ തലവെസയുടെ മധ്യസ്ഥയിൽ തന്നെ പരിഹരിക്കാം. അമ്പലത്തിന്റെ കാശ് 2,50,000. ഓക്കെ, വരൂ. ഞങ്ങളുടെ കാശ് എല്ലാവർക്കും തരാം. എന്റെ കാശല്ലല്ലോ. എന്നെ വെക്കോളൂ. കുറവാൻ തരില്ല. എന്നിട്ട് 10,000 രൂപ ബാക്കി. എന്ത് മധ്യസ്ഥ വഹിച്ച വകയിൽ അത് എന്നോട് എടുത്തോളാനോ? നമ്മൾ തമ്മിൽ വേണോ വെച്ചു? നീ എന്നെ കൊച്ചാക്കി കളഞ്ഞു. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. അടുത്ത ഉത്സവത്തിന്റെ പിരിവിട്ട് വെക്കാം. വെച്ചോളൂ. നന്നായിടാ. നിന്നെ കൊണ്ട് ഇങ്ങനെയെങ്കിലും അച്ഛനൊരു ഉപകാരം ഉണ്ടായല്ലോ. ഈ ഭൂമി ഇത് എന്തൊരു കറക്കമാണ്. മാന്യന്മാർക്ക് നടക്കാൻ പറ്റുന്നില്ലെന്നേ. നട്ടല്ലേ പ്ലീസ് ഒന്ന് വളഞ്ഞോളൂ. ഈ കോട്ടൊന്ന് എടുത്തോട്ടെ. താങ്ക് യു നട്ടല്ലേ. ഹലോ സാറന്മാരെ നമസ്കാരം. ഒന്ന് പോടാ. ധൈര്യം ഉണ്ടെങ്കിൽ അടിച്ചിട്ട് പോടാ പട്ടികളെ. പൂമേടை മാസം പൊങ്കും തേന. നിർത്തി നിർത്തി നിർത്തി. സത്യം പറയണം. നിങ്ങൾ ആരാ? ഞാൻ പറയാ ചോട്ടാ, എന്റെ ഏട്ടനെ പോലത്തെ എന്റെ കൂട്ടുകാരൻ, റൈറ്റ്? എന്റെ ആത്മ വിദ്യാലയ സഹോദരൻ. അച്ചോട്ടനെ അറിയാമോ? നിങ്ങളുടെ വിഷമോ എന്റെ വിഷമവും കൂടെ ചേർന്ന് അത് നമ്മുടെ വിഷമമാകും. ഈ നമ്മുടെ വിഷമം എന്തുവാ? അത് ഈ നാട്ടുകാരുടെ വിഷമമാണ്. ഉത്സവം നടത്താൻ കാശില്ല, അത് കള്ളം കൊണ്ടുപോയി. ചില പട്ടികൾ പറയുന്നു അത് ഞാനാ കട്ടതെന്ന്. ചില തെണ്ടുകൾ പറയുന്നു അത് നിങ്ങൾ മുക്കിയതാന്ന്. ഞാൻ കക്കൂലാന്നും നിങ്ങൾ മുക്കൂലാന്നും നമുക്കറിയാം. എല്ലാം നിങ്ങളുടെ ആ അണ്ണൻ, ആ പരമ നാറി തെണ്ടി സെറ്റ ആഭാസ അട്ടാസൻ തമ്മാടൻ.
അവൻ കൊണ്ടുപോയതാ. ആ എരപ്പാളി എങ്ങനെ നിങ്ങളുടെ കൂടെ പിറപ്പായി? പറ, എങ്ങനെ കൂടെ പിറപ്പായെന്ന്? അവന് കണ്ടു കഴിഞ്ഞാൽ കുരുക്കേറ്റ് അമ്മ, അച്ഛാ, അമ്മായി, അമ്മ വാ. ഇങ്ങനെ ഇടിക്കുന്ന ഇങ്ങനെ ഇടിക്കണോ? ഇങ്ങനെ ഇടിച്ച നട്ടലൊടിയില്ലേ? അച്ചോട്ടും വിഷമിക്കണ്ട. ഇതെന്റെ വീടിന്റെ ആധാരമാണ്. ഇത് വിറ്റോ പണയം വെച്ചോ അമ്പലത്തിലെ കടം വീട്ടണം. ഒറ്റത്തടിയാറ്റി നടക്കുന്ന എനിക്കെന്തിനാ വീട്? പിന്നെ ഒരാഗ്രഹമുള്ളു, അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ എനിക്ക് മരിച്ചു വീണം. അത് നാട്ടുകാർ ചെയ്തോളൂ. അച്ചോട്ട് ഇത് പിടിക്കേ. എന്താ? അതൊന്നും പറഞ്ഞ പറ്റില്ല. എന്റെ കുടുംബം വിൽക്കണം, എന്നിട്ട് എനിക്ക് അന്തസ്സായിട്ട് തെണ്ടി നടക്കണം. പിടിക്കൂ, എനിക്ക് തെണ്ടണം. ഇയാളെ അമ്പലത്തിൽ കാശ് ഞാൻ കൊടുത്തെന്ന്. കൊടുത്താ? ആ, എപ്പോ കൊടുത്ത്? ഇന്ന് രാവിലെ. അച്ചോട്ടൻ എങ്ങനെ കാശ് കിട്ടി? ഓ, അതൊക്കെ ഒപ്പിച്ചു. സന്തോഷായ അച്ചോട്ട. ഇനി നമുക്ക് നാട്ടുകാരുടെ മുമ്പ് തല ഉയർത്തി നടക്കാം. അപ്പൊ വൈകിട്ട് കാണാം. ആ, കാണാം. ഊമയാണെങ്കിൽ എത്ര നല്ല മനുഷ്യൻ. അമ്മേ, എന്റെ ബോഡി കൊണ്ടുപോവാ എന്റെ വണ്ടി വന്നു. എടാ ചന്ദ്ര, നീ അറിഞ്ഞില്ലേ അമ്പലത്തിലെ കാശ് അച്ചോട്ടും കൊടുത്ത് തീർത്തടാ? ആര് പറഞ്ഞു? ഇപ്പൊ എന്നോട് പറഞ്ഞിട്ട് അച്ചോട്ട് സൈക്കിളിൽ അങ്ങോട്ട് പോയേ ഉള്ളു. ആ പോയത് നമ്മുടെ അച്ചു അല്ലല്ലോ. അത് നീ വെള്ളം അടിക്കാത്തോണ്ട് നിനക്ക് തോന്നുന്നതാ. അത് നമ്മുടെ അച്ചോട്ടൻ തന്നെ. സൈക്കിൾ ഇടിക്കാൻ പോയപ്പോ അമ്മയെന്ന് വിളിക്കണ പോലെ തോന്നി. ചന്ദ്ര, അത് അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ഊമകൾ ചില പ്രത്യേക രീതിയിലുള്ള ശബ്ദബീജികൾ പുറപ്പെടുവിക്കാറുണ്ട്. അത് സംഭാഷണ ശകലങ്ങളായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കും. അപകടം വരുമ്പോ ഊമ സംസാരിക്കോ? അപകടം വരുമ്പോഴും കൂമ്പിന് ഇടി കിട്ടുമ്പോഴും ചില ഊമകൾ സംസാരിക്കാറുണ്ട്. ഇല്ലടാ, അത് അപ്പുവാ. നമ്മുടെ അച്ഛൻ എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് അച്ഛന്റെ വേഷത്തിൽ അപ്പു നടക്കുവാ. ആണ്. ആ, അങ്ങനെയാണെങ്കിൽ ആ സംശയം ഒന്ന് തീർക്കണമല്ലോ. അത് ഞാൻ തീർത്തുതരാം. ആ പോയത് അപ്പുവാണെങ്കിൽ അയാളെ കൊണ്ട് ഒന്നുകൂടി ഞാൻ അമ്മേ എന്ന് വിളിപ്പിക്കും. എല്ലാം കിട്ടിയോടാ? എന്ത് പറ്റി എല്ലാരും നേരത്തെ വരാൻ? ശിവകാശി അച്ചോട്ട് നേരെ വീട്ടിലേക്കാ വന്നത്. ഞങ്ങൾ നാളെ വന്നോളന്നിട്ട് സമ്മതിച്ചില്ല. അതേതായാലും നന്നായി. നിങ്ങൾ ഇവിടെ ഇല്ലാഞ്ഞിട്ട് തേൻമൊഴിക്ക് വലിയ സങ്കടമായിരുന്നു. ഞാൻ വിളിച്ചതല്ലേ, അച്ഛനല്ലേ വേണ്ടെന്ന് പറഞ്ഞ്. ശരിയാ. ചന്ദ്ര, അതെ അപ്പു ഇവിടെ ഉണ്ട്. എടാ, ബാലി സുഗ്രീവൻ 1000 എണ്ണ അടിച്ചില്ലേ? എന്താടാ? മതി, മനസ്സിലായി മനസ്സിലായി. പാഞ്ചാലി 1000 മതി. എന്റെ പൊന്നോ, ഒടുക്കത്ത അഭിനയം. ഹായ്, സൂചി കുത്താൻ പറ്റിയ ബെസ്റ്റ് പ്ലേസ്. ഈശ്വര, കുത്തുന്നത് വരെ ആ ചന്തി കുമ്പിട്ടി എന്നെ നിക്കണേ. മസില് പിടിക്കാതെ ലൂസാക്കിയിടൂ. സബാഷ്. ഈ കിഷ്കിന്താപുരി ഏത് ബാലയിലാന്ന് പറയാമോ? കിഷ്കിന്താപുരി ഉത്തരറിയില്ല, മറ്റവൻ തന്നെ. ഇനി ക്യുസൊന്നും വേണ്ട, നമുക്ക് റിയാലിറ്റി ഷോ മതി. അമ്മേ എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് ഔട്ടാവുന്ന റിയാലിറ്റി ഷോ. നീ എനിക്ക് വേണ്ടി SMS ചെയ്തോ. ഇന്ന് അവന്റെ സംഗതി എല്ലാം പുറത്തു വരും. ഒന്നുമില്ല. അതെ, ആകാശത്തേക്ക് നോക്കൂ, ഒരു പർവ. നമുക്കറിഞ്ഞൂടെ? അമ്മേന്ന് ശരിക്കും വിളിച്ചു. എന്റെ സംഗതി എല്ലാം പുറത്തു വന്നു നോക്ക് ചന്ദ്ര. അകത്തെ ഷഡ്ജം ഉണ്ടായത് കൊണ്ട് സംഗതി അധികം പുറത്തേക്ക് വന്നില്ലടാ.